ഫ്രണ്ട്സ്, ഞാൻ ലിൻസി ചെങ്ങന്നൂർ അച്ചാൻസ് ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മുടെ ഫിഷിങ്ങിൻ്റെ വീഡിയോ അല്ല, എന്നാൽ അതിനെക്കാട്ടും ഏറ്റവും വിലപിടിപ്പുള്ളൊരു കാര്യമാണ് പറയുന്നത്, ഒരു അറിവാണ് പറയുന്നത്. എന്നുവെച്ചാൽ നമ്മൾ അറിഞ്ഞിരിക്കുക, നമ്മൾ ഫിഷിങ്ങിന് പോകുന്ന ആൾക്കാർ, മീൻപിടുത്ത ഇഷ്ടപ്പെടുന്ന ആൾക്കാർ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളാണ്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഊട്ടപിടുത്തത്തെ പറ്റി പറഞ്ഞു. അത് ഇപ്പോൾ പക്ഷേ കേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. 6 മാസം തടവും 5000 രൂപയ്ക്ക് മുകളിൽ പിഴയൊക്കെ ഉണ്ട്. അപ്പോൾ അതെല്ലാവരും നമ്മൾ പറഞ്ഞാണ്, അതറിയാവുന്ന കാര്യം. അതുപോലെ തന്നെ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് ഈ ഒരു മെയ് ലാസ്റ്റ് തൊട്ട് ജൂൺ ലാസ്റ്റ് വരെയുള്ള സമയത്ത് നമ്മുടെ സ്നേക്ക് ഹെഡ് ഫിഷിംഗ് ഉണ്ടല്ലോ. സ്നേക്ക് ഹെഡ് ഫിഷ്, വരാൽ, ചെറുമീൻ, വാഹ പോലുള്ള മീനുകളുടെ പ്രജനന സമയമാണ്. അപ്പോൾ അവർ കുഞ്ഞുങ്ങളുമായിട്ട് നിൽക്കുന്ന സമയമാണ്, അവർ കുഞ്ഞുങ്ങളാകുന്ന സമയമാണ്. ഈ സമയങ്ങളിൽ മാക്സിമം സ്നേക്ക് ഹെഡ് പിടുത്തം ഒഴിവാക്കുക. അതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം കേൾക്കുമ്പോൾ ചിലർക്ക് ദേഷ്യം വരും. എന്നോട് ദേഷ്യം തുടങ്ങി ഇപ്പം തന്നെ ചിലപ്പം കേൾക്കുമ്പോൾ തന്നെ ചീത്ത വിളിച്ച് കാണും. നിനക്ക് വേറെ പണിയൊന്നും ഇല്ലടാൻ ചോദിച്ചു കാണും. പക്ഷെ എന്നാലും പറയാനുള്ളത് ഞാൻ പറയുകയാണ്. കാരണം ഈ സമയത്ത് ഇവർ കുഞ്ഞുങ്ങളുമായിട്ട് നിൽക്കുന്ന സമയമാണ്. ഈ സമയത്ത് ഇവരെ പിടിക്കാതിരിക്കും. കാരണം ഈ സമയത്ത് ഒരു കഴിവില്ലെങ്കിലും വലിയ മീൻപിടുത്തക്കാരൊന്നും ആവണമെന്നില്ല. ജസ്റ്റ് ഒരു ചൂണ്ടയിൽ വെറുതെ പേപ്പർ ഒരു ഇല കോർത്തിട്ട് ചുമ്മാ അനക്കി കൊടുത്താലും മീൻ പിടിക്കും. കാരണം കുഞ്ഞുങ്ങളായിട്ട് നിൽക്കുന്ന സമയത്ത് അവർ തീറ്റിക്ക് വേണ്ടിയല്ല, ആ കുഞ്ഞുങ്ങളെ രക്ഷിക്കാൻ വേണ്ടി അവർ ചാടിക്കയറി പിടിക്കും. അങ്ങനെ മീനെ കിട്ടും. അതുകൊണ്ട് ദയവ് ചെയ്ത് ഈ സമയത്ത് സ്നേക്ക് ഹെഡ് ഫിഷിനെ പിടിക്കുന്നത് ഒഴിവാക്കുക. മാക്സിമം വരാൽ, ചെറുമീൻ, വാഹ പോലുള്ള മീനുകളെ പിടിക്കുന്നത് ഒഴിവാക്കുക. ഈ ജൂൺ ലാസ്റ്റ് വരെ, ജൂൺ കഴിഞ്ഞിട്ട് അവർ കുഞ്ഞുങ്ങളൊക്കെ ഒന്നൊരു പരുവായി അവർ സെപ്പറേറ്റായിട്ട് മാറിക്കഴിഞ്ഞ സമയത്ത് നിങ്ങൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. ഈ സമയത്ത് നമുക്ക് ഒരു മാസമെങ്കിലും, നമ്മൾക്ക് ഈ 12 മാസത്തിൽ ഒരു മാസമെങ്കിലും അവർക്കൊരു സമയം കൊടുക്കണം. കാരണം പ്രകൃതിയോട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയാണത്. എന്നാലും നമ്മുടെ തലമുറയ്ക്ക്, അടുത്ത തലമുറയ്ക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഇത് ഫിഷിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പിടിച്ച് കഴിക്കുക എന്ന് മാത്രമുള്ള ചിന്തയല്ല. ഇതൊരു ഹോബിയായിട്ടാണ്. ചിലരുടെ മനസ്സിന് സന്തോഷം തരുന്ന കാര്യമാണ്. എല്ലാവർക്കും അറിയാവുന്ന കാര്യം. നമുക്കൊരു സന്തോഷം തരുന്ന കാര്യമാണ്. നമ്മുടെ നേരം നോക്കാണ്. നമുക്ക് ഇതുകൊണ്ട് ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പം നമ്മളിത് മൊത്തത്തിൽ ഇങ്ങനെയുള്ള സമയത്ത് ഇതിനെ പിടിച്ച് കളഞ്ഞാൽ, ഈ കുഞ്ഞുങ്ങളായിട്ട് നിൽക്കുന്ന സമയത്ത് ഇവരെ പിടിച്ചാൽ ഇതിനെ ആൺമീനായിരിക്കും ആദ്യം ചാടിക്കറി പിടിക്കുന്നത്. ആ തന്തമീൻ പോയി കഴിഞ്ഞാൽ ഈ കുഞ്ഞുങ്ങൾ തള്ളമീനെ ആക്രമിക്കാൻ വേറെ മീനുകൾ ആക്രമിക്കും. അങ്ങനെ കുഞ്ഞുങ്ങൾ സെപ്പറേറ്റായിട്ട് പോകും. ഈ കുഞ്ഞുങ്ങളെ വേറെ മീനുകൾ കഴിക്കും. അങ്ങനെ അവരെ വംശം നശിച്ചു പോകും. അതുകൊണ്ട് ദയവ് ചെയ്ത് അത് മാക്സിമം ഒഴിവാക്കുക. എന്നെ സ്നേഹമുള്ളതാക്കണം. എനിക്കിത് പറയാൻ കാരണം ചെന്നാൽ എൻ്റെ കയ്യിൽ നിന്ന് ചൂണ്ടയും സാധനങ്ങളും വാങ്ങിച്ച വലുതാകുന്നിടം വരെ ആ തള്ളയും തന്നെ അതിൻ്റെ കൂടെ ഉണ്ടാകണം. അല്ലെങ്കിൽ ആ കുഞ്ഞുങ്ങളെ എന്തെങ്കിലും മീനുകൾ ആക്രമിച്ചോ എല്ലാം നശിച്ചു പോകും. അപ്പോൾ നമുക്ക് അടുത്ത തലമുറയ്ക്ക് വരുന്നവർക്ക് ഈ മീൻ നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ, ഇങ്ങനൊരു വംശം നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ അവർ കുഞ്ഞുങ്ങളായിട്ട് നിൽക്കുന്ന സമയത്ത് അവരെ ആക്രമിക്കാതിരിക്കുക. മാക്സിമം നമ്മൾ ഒഴിവാക്കുക. നമ്മുടെ കുഞ്ഞുങ്ങളെ ആരെങ്കിലും പിടിക്കാൻ വരുന്നത് നമുക്കത് ഇഷ്ടപ്പെടും. നമുക്കൊരു കുഞ്ഞുണ്ടെങ്കിൽ നമ്മളതിനെ മാക്സിമം സംരക്ഷിക്കുക. അതുപോലെ തന്നെ ദോഷമാണ്, അങ്ങനെ ചെയ്യാൻ പാടില്ല. അതൊരു തെറ്റായ പ്രവണതയാണ്. അതുകൊണ്ട് എല്ലാവരും, എന്നെ സ്നേഹിക്കുന്ന എല്ലാവരോടും നമുക്ക് പറയാനുള്ളത്, മാക്സിമം ഈ മാസം ജൂൺ മാസത്തിൽ സ്നേക്ക് ഹെഡ് പിടുത്തം ഒഴിവാക്കുക. എന്നിട്ട് വേറെ എന്തെങ്കിലും പിടിക്കുക. എന്നാൽ നമ്മളിപ്പോൾ ബാക്കിയുള്ള മീനുകൾ, ഇപ്പോൾ ഈ അതായത് നമ്മൾ മീൻ പിടിക്കണമെന്ന് ചോദിക്കും. നമുക്ക് ഈ കട്ട്ല, രോഹു, കുരുവാള അങ്ങനെയുള്ള മീനുകളൊന്നും നമ്മുടെ പുഴയിൽ മുട്ടയിട്ട് കുഞ്ഞുങ്ങളെ വിരിക്കുന്ന മീനുകളല്ല. അതിനെ ഫാമിൽ നിന്ന് ഇറക്കി വിടുന്ന മീനുകൾ. അത് ഒരിക്കലും അവിടെ നമ്മുടെ ആറ്റിലോ തോട്ടിലോ കായലിലോ ഒന്നും മുട്ടയിട്ട് വിരിയത്തില്ല. അവർ വെറുതെ വളർന്നു പോകുന്നല്ലാതെ അതിനെക്കൊണ്ട് ഒരു പ്രയോജനമില്ല. അതിനെ പിടിച്ചുകൊണ്ട് ഒരു പ്രശ്നമില്ല. നമ്മുടെ നാടൻ മത്സ്യങ്ങളെ മാക്സിമം സംരക്ഷിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ദയവ് ചെയ്ത് എല്ലാവരും ഒരുപാട് പറഞ്ഞു തരുന്നില്ല. അപ്പോൾ ദയവ് അതിനെപ്പറ്റി ഒരു ചെറിയ വീഡിയോയും നമ്മൾ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ മാക്സിമം എല്ലാവരും, നമ്മളെ സ്നേഹിക്കുന്ന എല്ലാവരോടും പറയുന്നത്, പറയുന്നവർ പറഞ്ഞിട്ടുണ്ടെന്നാലും നമ്മൾ പറയാനുള്ള കാര്യം പറയണമല്ലോ. അതുകൊണ്ട് കൈകൂപ്പി പറയുകയാണ്, എല്ലാവരും മാക്സിമം ഒഴിവാക്കുക. സ്നേക്ക് ഹെഡ് പിടുത്തം ഒഴിവാക്കുക. നമ്മളെ മുന്നിൽ ആരും പിടിക്കുന്ന കണ്ട് അവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഈ ഒരു ജൂൺ മാസം അവർക്ക് വേണ്ടി മാറ്റി വെക്കുക. നമ്മൾ ഒരു മാസം, ബാക്കിയുള്ള 10-15 മാസം നമുക്ക് മീൻ പിടിക്കുക. അതുകൊണ്ട് ദയവ് ചെയ്ത് എല്ലാവരും പ്രേരിക്കുക.